ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് VIT പലരും എഴുതുന്നുണ്ടാവും. VITയുടെ ഒരു PVQs കുറച്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ വിൽ കണ്ടിന്യൂ. ഓക്കെ, VITയിൽ മെയിനായിട്ട് മാത്സിന് നമുക്ക് ഒരു ടോട്ടൽ 125 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ മാത്സിനൊരു 40 ക്വസ്റ്റ്യൻസ്, മാത്സ് ദെൻ ഫിസിക്സ് ഒരു 35 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി അതുപോലെ തന്നെ ഒരു 35, ആപ്റ്റിറ്റ്യൂഡ് ഒരു 10 ക്വസ്റ്റ്യൻസ് ആപ്റ്റിറ്റ്യൂഡ് വരും, 10 ക്വസ്റ്റ്യൻസ് ഒരു ആപ്റ്റിറ്റ്യൂഡ് വരും, പിന്നെ ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങളൊന്നൊരു 1-2 ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന്. ഒരു വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ഇൻ ഫിസിക്സ് ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് വൺ. ഓക്കെ, ഐ ചെക്ക്. സോ നമുക്കൊരു 4 ക്യാമ്പസാണ് അതിനകത്തുള്ളത്. വെല്ലൂരുണ്ട്, ചെന്നൈ ഉണ്ട്, ഭോപ്പാലുണ്ട്, അമരാവതി ഉണ്ട്. അപ്പോൾ നല്ലൊരു പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് VITയിൽ നിന്ന് കിട്ടും. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡീസും ഉണ്ട്. വേറെ നമുക്ക് എന്തായാലും എക്സാം എല്ലാവരും എഴുതുന്നുണ്ടാവും. ഇവിടെ ചേരണോ വേണ്ടോ എന്നുള്ളത് ആഫ്റ്റർ ഗെറ്റിംഗ് ദ റിസൾട്ട്സ് വി ക്യാൻ ഡിസൈഡ്. സോ വെൻ യു ആർ ഗോയിങ് ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാം ബി പ്രിപ്പയർ ഫോർ ദാറ്റ് തിങ്. ഓക്കെ, സോ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിലൊരു ക്വസ്റ്റ്യൻ ഞാൻ അതിനകത്ത് കണ്ടു. അത് നമുക്ക് നോക്കാം. എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൻ ഫ്രം an original state D to an intermediate state. Original state is D to an intermediate state E by the linear process shown in the figure. Its volume is then reduced to the original volume from E to F. Okay, by an isobaric process. Isobar എന്ന് പറഞ്ഞാൽ അറിയാലോ, സെയിം പ്രഷർ. ഓക്കെ, the total work done by the gas from D to E to F. അപ്പോൾ D, they have started from original state D to intermediate state E to F. ഓക്കെ, അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് ഡൺ ദിസ് ഈസ് എ വോള്യം പ്രഷർ വോള്യം ഗ്രാഫ് ദേ ഹാവ് ഗിവൺ. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്ന ടോട്ടൽ വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കേസിൽ എപ്പോഴും ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ വർക്ക് ഡൺ, ഒരുപാട് ഇക്വേഷൻ ഉണ്ട് വർക്ക് ഡണ്ണിന്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദ എൻക്ലോസ്ഡ് ഫിഗർ. ഓക്കെ, എൻക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ എൻറ്റയർ ഏരിയ. ഇതിപ്പോൾ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആയതുകൊണ്ട് യു ക്യാൻ ടേക്ക് ദ ഏരിയ ഓഫ് ഏരിയ ഓഫ് PV ഗ്രാഫ് വിൽ ഗീവ് അസ് എന്താണ്? ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ്, അല്ലാതെ സിസ്റ്റം അല്ല, ബൈ ദ ഗ്യാസ്. അപ്പോൾ ഗ്യാസ് ആണ് ഈ വർക്ക് ഡൺ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷനിൽ നെഗറ്റീവ് ഉള്ളത് വി ക്യാൻ എലിമിനേറ്റ്. ഓക്കെ, നൗ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈ ട്രയാങ്കിളിൻ്റെ 2 to 5 ആണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? 3 m³ അല്ലേ? വോള്യം ഈസ് 3 m³. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഹിയർ ഇറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 300 പ്രഷർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ചേഞ്ച് ഇൻ പ്രഷർ എന്ന് പറയുന്നത് 300 to 600 ആണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി half into base of the triangle എത്രയാ? 3, height of the triangle 300. So 150 അല്ലേ? 15 × 45. So 450 joules. The answer is plus 450 joules. So answer is option B. So whenever you are giving a graph like this, pressure versus volume, പ്രഷറും വോള്യൂം തന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ is equal to area of this PV ഗ്രാഫ്. സോ നോർമലി ക്ലോക്ക് വൈസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഈസ് നെഗറ്റീവ്. അതുമാത്രമല്ല വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആയതുകൊണ്ടും കൂടെയാണ് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ മെയിൻലി അതാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് ആരൊക്കെ തിരിച്ചു തന്നാലോ, ബട്ട് ഇൻ എനിവേ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ദിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ദേ ആർ ആസ്കിങ് ഇൻ ദ കേസ് ഓഫ് VIT. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് എ വെലോസിറ്റി v വെക്ടർ ആണ് തന്നേക്കുന്നത്. v വെക്ടർ ഈസ് ഈക്വൽ ടു k y I cap plus x j cap where k is a constant. The general equation for its path is 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ തന്നേക്കുന്നത്? നമുക്ക് v is given as, v വെക്ടർ ഈസ് given as k into y I plus x j. എല്ലാ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ y is equal to k into k y I plus k x j. k ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോർമലി നമുക്ക് എന്തറിയാം? v എന്ന് പറയുന്നത് v is equal to vx plus vy അല്ലേ? അപ്പോൾ vx I plus vj y.
അപ്പോൾ ഇവിടെ വി എക്സ് എന്ന് പറയുന്നത് എന്താ? വി എക്സ് ഇസ് ഈക്വൽ ടു കെ വൈ, വി വൈ ഇസ് ഈക്വൽ ടു കെ എക്സ്. വി എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? ഡി എക്സ് ബൈ ഡി ടി അല്ലേ? വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി എക്സ് ബൈ ഡി ടി. വി വൈ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി. ഓക്കെ, സോ ഇത് നമുക്ക് എന്തറിയാം? വി എക്സ് എത്ര ഇവിടെ? വി എക്സ് ഇസ് കെ വൈ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കെ വൈ, ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് കെ എക്സ്. ദാറ്റ് വി നോ. ഇനി നമുക്ക് വേണ്ടത് വൈയും എക്സും കൂടെയുള്ള, ഇവിടെ എക്സും വൈയും കൂടെയുള്ള കോമ്പിനേഷൻസോ ടി പറ്റില്ല. അപ്പം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡി വൈ ബൈ ഡി ടി ബൈ, ഇങ്ങനെ എഴുതാം നമുക്ക്. ഇതിനെ നമുക്ക് ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് അല്ലേ? നമ്മൾ ജസ്റ്റ് വി ആർ മൾട്ടിപ്ലൈയിങ് ദിസ് ടേം വിത്ത് ഡി ടി, ഡിവൈഡിങ് ദ ടേം വിത്ത് ഡി ടി. എന്നിട്ടൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തോളൂ. ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാമല്ലോ. ഇത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ ആ ടേം ആവും. ഇനി വി നോ ഡി വൈ ബൈ ഡി ടി. വാട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി? ഇറ്റ് ഈസ് കെ എക്സ് ഡിവൈഡഡ് ബൈ കെ വൈ. കെ ക്യാൻസൽ ചെയ്ത് പോകും. സോ വാട്ട് വിൽ ഗെറ്റ്? ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ വൈ ഇൻറ്റു ഡി വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഡി എക്സ് കിട്ടിയേ. ദിസ് വി ഗെറ്റ്. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ വൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ വൈ ഡി വൈ എന്താ? വൈ സ്ക്വയർ ബൈ 2 പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് കോൺസ്റ്റൻറ്റ് അല്ലേ? അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഒരു സൈഡിലേക്ക് ആക്കാം. സോ വാട്ട് വിൽ ഗെറ്റ്? വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് ഈസ് എ ഇക്വേഷൻ. ഇതെന്തോ നോക്കിയ ഓപ്ഷനിൽ? യെസ്, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഓക്കെ രണ്ടെണ്ണം കണ്ടല്ലേ? വൈ സ്ക്വയർ, ദിസ് വൈ ഉള്ളി, വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് കോൺസ്റ്റൻറ്റ്. ഇതാണ് ഇതിനകത്ത് കിട്ടുന്നത്. സിമ്പിൾ. ജസ്റ്റ് ഇതിനകത്ത് തന്നേക്കുന്ന വി എന്ന് പറയുന്നത് ഒരു ഐയും ജെയും നമുക്ക് തന്നിട്ടുണ്ട്. ഐ ക്യാപ് ജെ ക്യാപ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അവർ വി എക്സ്. ദിസ് വൺ ഈസ് അവർ വി വൈ. വെലോസിറ്റി ഇൻ ദ വൈ ഡയറക്ഷൻ. വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡി എക്സ് ബൈ ഡി ടി. വെലോസിറ്റി ഇൻ ദ വൈ ഡയറക്ഷൻ ഡി വൈ ബൈ ഡി ടി. അതിനെ പക്ഷെ നമുക്ക് വേണ്ടത് വൈൻ്റെ എക്സിൻ്റെ ടേമിലാണ്. സോ അതിനെ രണ്ടിനെയും നമ്മളിങ്ങനെ റീഅറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ വിൽ ഗെറ്റ് ദ ആൻസർ ആസ് വൈ ഡി വൈ ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ്. അതിനെ ബോത്ത് ദ സൈഡ്സ് ഇഫ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് വിൽ ഗെറ്റ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, ഇനി ഒരു ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ആണ്. കൈലാഷ് ഫേസ് ടുവേർഡ്സ് നോർത്ത്. Turning to his right, he walks 25 meters. He then turns to his left and walks 30 meters. Next, he moves 25 meters to his right. He then turns to the right again and walks 55 meters. Finally, he turns to the right and moves 40 meters. In which direction is he now from the starting point? So, ആദ്യം ഫുള്ളായിട്ട് വായിച്ചാൽ നമുക്കൊന്നും ഐഡിയ ഉണ്ടാവില്ല. ഫസ്റ്റ് നോക്കുക, കൈലാഷ്, ഒരു കൈലാഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ. സോ ഹീ ഫേസ് ടുവേർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ്. നോർത്ത് ആദ്യം നമ്മൾ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് നോർത്തിലേക്ക് നോക്കി നിൽക്കുകയാണെന്ന് വിചാരിക്കാം. എന്നിട്ട് ടേണിങ് ടു ഹിസ് റൈറ്റ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഹീ വാക്സ് 25 meters. അപ്പോൾ റൈറ്റിലേക്ക് 25 meter പോയി. ഇങ്ങനെ പോയേ. ദെൻ ഹീ ടേൺസ് ടു ഹിസ് ലെഫ്റ്റ്. അപ്പോൾ റൈറ്റ് അല്ല ലെഫ്റ്റ്. പിന്നെ അവൻ ലെഫ്റ്റിലേക്ക് പോയി. എത്രയാ? 30 meters. ലെഫ്റ്റിലേക്ക് പോയി 30 meter വാക്ക് ചെയ്തു. പിന്നെ 30 meter മുകളിലേക്ക് പോയ ആൾ എന്ത് ചെയ്തു? പിന്നെ 25 meter ടു ഹിസ് റൈറ്റ്. മുകളിലേക്ക് പോയ റൈറ്റിലേക്ക് പിന്നെയും 25 meters. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോയിരിക്കുകയാണ്. പിന്നെ എന്ത് സംഭവിച്ചു? ഹീ ദെൻ ടേൺസ് ടു ദ റൈറ്റ്. പിന്നെയും റൈറ്റിലേക്ക്. ഓക്കെ, പിന്നെയും റൈറ്റിലേക്ക് എത്രയാണ് പോയിരിക്കുന്നത്? 55. അപ്പോൾ ഈ 30 കഴിഞ്ഞ് ഒരു 25 കൂടെ പോയി അല്ലേ? 55 meters ഡൗൺ പോയി. ഫൈനലി ഹീ ടേൺസ് ടു ദ റൈറ്റ്. പിന്നെ ഇവൻ താഴേക്ക് പോയിട്ട്, പിന്നെ താഴേക്ക് പോയ ആൾ, താഴേക്കെന്ന് വെച്ചാൽ ഇതിനകത്ത് താഴേക്ക് പോയ ആൾ പിന്നെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണല്ലോ. പിന്നെ റൈറ്റിലേക്ക് എത്ര വന്നു? 40 meters. 40 meters എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ 50 ആണ്. അപ്പോൾ ഈ എൻഡ് പോയിന്റ് വരെ എത്തിയില്ല. സംവെയർ ഹിയർ ഹീ കംസ്.
ഇത്രയേ ഉള്ളൂ 40 മീറ്റർ അത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഇങ്ങേര് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. സോ വെയർ ഹീസ് ആക്ച്വലി. അപ്പോൾ ഇത് അങ്ങേരുടെ നോർത്ത് ഡയറക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഹിസ് നോർത്ത് സൗത്ത് പിന്നെന്താ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ആക്ച്വലി ഇതുമായിട്ട് കൺസിഡർ ചെയ്യുമ്പം ഇങ്ങേരുടെ ഏകദേശം ഒരു സൗത്ത്, ഇതാണ് നോർത്തെങ്കിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് ഇങ്ങേരുടെ നോർത്തെങ്കിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഒരു സൗത്ത് ഈസ്റ്റ് സൈഡിലേക്കാണ് അങ്ങനെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി സിമ്പിൾ. പക്ഷേ ഇങ്ങനെയൊക്കെ കുറേ കാണുമ്പോൾ നമുക്കതൊന്ന് വരച്ചൊന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. പിന്നെ വരുന്ന ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. ഒരു പാരഗ്രാഫ് വന്ന് അതിനകത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അത് എഴുതാൻ പറയും. ദാറ്റ് വാസ് ഈസി. ബാക്കിയുള്ളതൊക്കെ ഇംഗ്ലീഷിൽ കുറച്ച് ഐഡിയ ഒക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട്. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഇപ്രാവശ്യം ഉണ്ട്. അതുകൊണ്ട് അറിയാവുന്ന മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെല്ലാം അങ്ങ് ചെയ്യുമായിരുന്നു നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട്. ബട്ട് ഇപ്രാവശ്യം ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ബട്ട് ടു അവോയ്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കമൻറ്റ് ടു മീ. ബാക്കി മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമുക്ക് ഇടാം. ക്യുസാറ്റ് നമ്മൾ മാത്സ് ഈ നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇടാം. ഓക്കെ.